ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ തുടരണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ മരണം 2000 കടന്നതിന് പിന്നാലെയാണ് ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച ട്രംപ് റദ്ദാക്കിയത്. പ്രതിഷേധക്കാരെ ദേശസ്നേഹികളെന്ന് അഭിസംബോധന ചെയ്താണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. സ്ഥാപനങ്ങൾ കൈയടക്കുക, തെരുവിലിറങ്ങുക, പ്രതിഷേധങ്ങൾ തുടരുക എന്നിങ്ങനെയാണ് ആഹ്വാനം. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അടിച്ചമർത്തൽ അവസാനിക്കും വരെ ചർച്ചയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. 17 ദിവസമായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം 31 പ്രവിശ്യകളിലെ 180 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. പ്രക്ഷോഭകരെ സുരക്ഷാസേനയും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് ദൃക്സാക്ഷികൾ ആരോപിച്ചു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. അതിനിടെ ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വിദേശ ശക്തികളുടെ പിന്തുണയുള്ള കലാപങ്ങളാണെന്നും ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ലണ്ടൻ, പാരീസ്, ഇസ്താംബൂൾ എന്നിവിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ നടന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.